ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് 5 ബെസ്റ്റ് ഫ്രണ്ട്സ് മീറ്റ് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് ആണ്. 5 ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഫോട്ടോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ആൾ ഡോക്ടർ അഖില, അത് കഴിഞ്ഞ് കാണുന്നത് ഡോക്ടർ സബീന, അത് ഞാനാണ്. അതിനുശേഷം ഡോക്ടർ ശ്രീശക്തി, നെക്സ്റ്റ് ഡോക്ടർ നാൻസി, ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് ഡോക്ടർ ജയദേവി. ഞങ്ങൾ 5 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, കോളേജ് മേറ്റ്സ് ആണ്. ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ഡെൻറ്റിസ്റ്റാണ്, ഞങ്ങളെല്ലാവരും അമ്മമാരുമാണ്. അതാണ് ഞങ്ങളിൽ കോമൺ ആയിട്ടുള്ള കാര്യം. ഇതിൽ ഒരാൾ നാൻസി അമ്മയാവാൻ പോകുന്നതേ ഉള്ളൂ. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹർ ബേബി. ആൾ മാത്രമല്ല ഞങ്ങളെല്ലാവരും ആ ബേബി വരവിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് മാസങ്ങൾക്കകം ഞങ്ങളുടെ ഇടയിലേക്ക് ആ ബേബിയും കൂടി വരും. അപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുകൊണ്ട് ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിക്കുമ്പോഴൊന്നും ഞങ്ങൾക്ക് അങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റാറില്ല. വളരെ റെയർലി ആണ് ഞങ്ങൾക്ക് ഒരുപാട് നാൾ മുന്നേ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങൾ 2020 മാർച്ച് ആ ഒരു സമയത്ത് ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വരുന്നതിന് കുറച്ച് നാൾ മുന്നേ ഞങ്ങൾ മീറ്റ് ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ആരുടെയും മുഖത്തും മാസ്ക് ഒന്നും ഇല്ലാത്തത്. അതിനുശേഷം പിന്നെ ഈ ലോക്ക്ഡൗണും പ്രോബ്ലം ഒക്കെ ആയി ഒരു ലോങ് ഗ്യാപ്പ് വരികയാണ് ചെയ്തത്. അപ്പോൾ അഖില ദുബായിലേക്ക് പോവുകയാണ്. ആളുടെ ഹസ്ബൻഡ് അവിടെയാണ്. അപ്പോൾ വിത്തിൻ ഫ്യൂ ഡേയ്സ് അഖില ദുബായിലേക്ക് പോവും. ഒരു നെക്സ്റ്റ് മന്ത് ആകുമ്പോൾ ജയദേവി മസ്കറ്റിലേക്ക് പോവും. ആളുടെ ഹസ്ബൻഡ് അവിടെയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇനിയിപ്പോൾ ഞങ്ങൾ കുറേ നാളത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കാണുന്ന മൊമെൻ്റ് ഉണ്ടാവാൻ സാധ്യത കുറവായതുകൊണ്ട് ഞങ്ങൾ ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്തു. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾ കാറിലിരുന്ന് തന്നെ അങ്ങോട്ട് മീറ്റ് ചെയ്യാൻ പോകുന്ന വഴിക്ക് എൻ്റെ പിക്ചേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. നാൻസിയുടെ ഫ്ലാറ്റിലാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. ഫസ്റ്റ് അവിടെയാണ് മീറ്റ് ചെയ്തത്. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു ചിറ്റ് ചാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് അങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് നാളിന് ശേഷം ഒരുമിച്ച് മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ സംസാരിച്ചിരുന്ന് കുറേ ടൈം പോയി. പിന്നെ ഫോട്ടോ എടുക്കലും സെൽഫീസും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. സാധാരണ ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെയാണ് പതിവ്. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ആസ് യൂഷ്വൽ ഇതും അങ്ങനെ തന്നെ നടന്നു. അതിനുശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തത് ലഞ്ച് കഴിക്കാൻ, പുറത്തു പോയി ലഞ്ച് കഴിക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തു പോയി. അതിൻ്റെയൊക്കെ കുറച്ച് വിഷ്വൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ട്രിവാൻഡ്രത്തെ ഒലീവ് റെസ്റ്റോറൻറ്റിലാണ്, ജവഹർ നഗറിലുള്ള ഒലീവ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഞങ്ങൾ അതിനുള്ളിലേക്ക് റെസ്റ്റോറൻറ്റിനുള്ളിലേക്ക് എൻട്രി ചെയ്യാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാനായിട്ട് പോയതെങ്കിലും അഖിലയ്ക്ക് അത്രയും ടൈം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാനില്ലായിരുന്നു. യാത്രയുടെ ഒക്കെ തിരക്കിലായിരുന്നു ആൾ. ദുബായിലേക്ക് പോകുന്നതുകൊണ്ട് അതിൻ്റെ കുറേ തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആൾ ബിസി ആയിരുന്നു. പിന്നെ ഈ കോവിഡിൻ്റെ ആശങ്കയും എല്ലാം ഉള്ളതുകൊണ്ട് ആളിന് നമ്മുടെ കൂടെ ഫുൾ ലഞ്ച് കഴിക്കാൻ ആളുണ്ടായിരുന്നില്ല. ആ സമയമായപ്പം ആൾ പോയി. പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി നല്ല വിഷമം തോന്നി. എന്നിരുന്നാലും ഫുഡ് കണ്ടപ്പോൾ വിഷമം മറന്ന് ഞങ്ങൾ ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ അഖില ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ലെബനൻ മന്തിയും ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. സോ ഞങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ അങ്ങ് ആഹാരം കഴിക്കാൻ തുടങ്ങി. ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പേര് ഫ്രഷ് ലൈമും 2 പേര് മിൻറ്റ് ലൈമുമാണ് പറഞ്ഞത്.
അപ്പോൾ ഞങ്ങളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തിരിച്ച് പുറത്തോട്ട് ഇറങ്ങി. ഇത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഫിഷൊക്കെ ഉള്ള ഒരു പോണ്ടാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ അതിന് സൈഡിലായിട്ടൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. വളരെ ഭംഗിയുള്ള ഒരു ഗാർഡനൊക്കെ അവിടെ ഉണ്ട്. പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നാൻസിയുടെ ഫ്ലാറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ 3 പേരും പുറത്ത് ഞങ്ങൾക്ക് വേറെ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനായിട്ട് ഞങ്ങൾ പോവായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് ഓൾമോസ്റ്റ് ഓവറായി. അപ്പോൾ എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, താങ്ക്സ് ടു ടെക്നോളജി ഞങ്ങൾ നേരിട്ട് കാണുന്നത് വളരെ റെയറാണെങ്കിൽ പോലും ഓൾവേസ് ഞങ്ങൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ ഉള്ളതുകൊണ്ട് വളരെയധികം ഇൻ്റർ കണക്റ്റഡാണ് ഞങ്ങൾ 5 പേരും. എല്ലാ കാര്യങ്ങളും ഡേ ടു ഡേ കാര്യങ്ങൾ പോലും തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഒരു അകൽച്ച നമുക്ക് ഫീൽ ചെയ്യാറില്ല. എന്നിരുന്നാലും നേരിട്ട് കണ്ട് പിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷമം എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ആ ഒരു വിഷമമുണ്ട്. എനിക്ക് ടൈം ലാപ്സ് യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ അങ്ങനെ അറിയത്തില്ലായിരുന്നു. അപ്പോൾ ജയദേവ് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരുമായിരുന്നു, ടൈം ലാപ്സ് എന്നുള്ള ആ സെറ്റിങ്സ്. അപ്പോൾ അത്രയ്ക്ക് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ മീറ്റിംഗ്. നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോയി. നല്ലൊരു ഡേ ആയിരുന്നു. അതാണ് നിങ്ങളോടൊപ്പം അത് ഷെയർ ചെയ്തത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.